ആദ്യം ഈ മുട്ടത്തോടുകൾ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനുള്ളിലെ ഉളുമ്പ് മുഴുവനായും മാറുന്നത് പോലെ വൃത്തിയാക്കി എടുക്കണം. ക്ലീൻ ചെയ്ത ശേഷം ഒന്ന് ഉണക്കിയെടുക്കണം. ഇത് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത മുട്ടത്തോടാണ്. ഇതിനി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ജാറിനകത്തുള്ള കറകളെല്ലാം മാറിക്കിട്ടും. മാത്രമല്ല ഇതിനുള്ളിലെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനും സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണിത്. നോക്കൂ, ജാറിനുള്ളിലെ കറകളെല്ലാം മാറി വെട്ടിത്തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ശേഷം കളയുന്ന ഇതുപോലുള്ള പേസ്റ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ മുറിച്ചെടുത്ത ശേഷം അതിനുള്ളിലായി പറ്റിപ്പിടിച്ചിരിക്കുന്ന പേസ്റ്റ് മുഴുവനായും ഈ വെള്ളത്തിൽ കഴുകിയെടുക്കുക. നമ്മൾ പേസ്റ്റ് മുഴുവനായും ഞെക്കിയെടുത്താലും അതിനുള്ളിൽ അല്പമൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. അതുമതി നമുക്കിവിടെ ഉപയോഗിക്കാൻ. ഇതിലേക്ക് 1 സ്പൂൺ കല്ലുപ്പും 1/2 ടീസ്പൂൺ വിനാഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ടത്തോട് പൊടിച്ചു വച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് 2 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പൗഡറിന് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ്. അതുകൊണ്ട് എല്ലാം നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ എത്രമാത്രം ഉരച്ച് കഴിയാലും വൃത്തിയാകാത്ത നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ബാക്കിലെ ഇതുപോലുള്ള മഞ്ഞക്കറകൾ നമുക്ക് ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി പുത്തൻ പോലെ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനിലേക്ക് സ്പോഞ്ച് ഒന്ന് മുക്കിക്കൊടുത്ത ശേഷം ഈ സ്പോഞ്ച് കൊണ്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറകളെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. മുട്ടത്തോടിൻ്റെ തരിതരിപ്പ് കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നത് നിങ്ങൾക്ക് ലൈവായി തന്നെ കാണാൻ പറ്റും. എത്ര പെട്ടെന്നാണ് കറകൾ മുഴുവനായി മാറിക്കിട്ടിയത്. ഈ കൈപ്പിടിയുടെ സൈഡിലത്തെ കറകളുമെല്ലാം നമുക്കിതുപോലെ തന്നെ മാറ്റിയെടുക്കാം. കോപ്പർ അടിയിലുള്ള പാത്രങ്ങളിൽ കോപ്പറിൻ്റെ സൈഡിലെ കറകളും ഇതുപോലെ തന്നെ കളയാൻ പറ്റും. അതുപോലെ ചായ സ്ഥിരമായി ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും കപ്പുകളിലുമൊക്കെയുള്ള കറകളും നമുക്കിതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും. നോക്കൂ, ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ മഞ്ഞക്കറകളും മാറി പുത്തൻ പോലെ തന്നെ ആയിട്ടുണ്ട്.